ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സുഖല്ലേ? അപ്പം ഞങ്ങൾ ഇന്ന് ഒരു റിസോർട്ടിൽ സ്റ്റേക്ക് വന്നിരിക്കുകയാണ് കുട്ടൻ്റെ 40th ബർത്ത്ഡേ പ്രമാണിച്ച്. ഇത് പെട്ടെന്നുണ്ടായൊരു പ്ലാനായി. ഇന്നലെ ഉച്ചയായപ്പോൾ എനിക്ക് തോന്നി, ഞാൻ കുട്ടനെ വിളിച്ചു, പിന്നെ ഞങ്ങളങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്തു. സോ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തി. ഹത്തേലാണിത്, JA ഹോട്ടൽ റിസോർട്ട്. അവിടെ നമ്മൾ ജസ്റ്റ് വന്നു, ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ റൂമിലേക്ക് എത്തും. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. പാത്തുവിനെ കാണിച്ചത്, പാത്തുവിൻ്റെ ടാബ് കൊണ്ടുവന്നിട്ട് ഫുൾ വീഡിയോ എടുക്കലാണ്. ഫുൾ വീഡിയോ എടുക്കാൻ നേച്ചറുടെ അപ്പം എൻ്റെ ടാബിൽ അതിലുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടി എടുക്കും റൂം റെഡി ആവാൻ. നമുക്കൊന്ന് വെറുതെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഈ റൂം റെഡിയായിരുന്നു, പക്ഷെ അവർ കേക്ക് വയ്ക്കാൻ മറന്നുപോയി. കേക്ക് ഇപ്പം വരുന്നുണ്ട്, ഇന്നെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറിയ കേക്കും ഒരു കാർഡും വേണം എന്നുള്ളത്, റൂമിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അവർ ആക്ച്വലി അത് മിസ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയി ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സോറി മാഡം, നമ്മളത് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നേക്കാൾ വലിയ പ്ലാനിങ്. പുള്ളി അത് കുട്ടവരുന്നുണ്ട്. ഈ കുട്ടൻ പിന്നാലെ ഞാൻ പോണ സ്ഥലത്തൊക്കെ പകുതി ഞാൻ വർത്താനം പറഞ്ഞെത്തുമ്പോൾ കുട്ടനെത്തും. ഇപ്പം ഞാൻ 3ാമത്തെ സ്ഥലത്ത് നിന്നിട്ടാണ് എടുക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്നേക്കാളും അഭിനയം റിസപ്ഷനിലുള്ള പയ്യൻ. അപ്പോൾ ഞാൻ പറയാം, ഒന്നും പേടിക്കണ്ട മാഡം, ഞാൻ പറയാം സാറിൻ്റെ അടുത്ത് റൂം റെഡിയല്ല എന്ന് പറയാം. എന്നിട്ട് ചെന്നിട്ട് സർ വി നീഡ് 10-15 minutes ഫോർ ദ റൂം ടു ബി റെഡി എന്നൊക്കെ പറഞ്ഞു. ഫുൾ അന്യായ അഭിനയം ചെക്കൻ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നമുക്കൊരു ഫ്രീ അപ്ഗ്രേഡും തന്നു ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. ഞാൻ ഇതിനകത്തേക്ക് പോട്ടെ, അധികം ഞാൻ മാറി നോക്കൊട്ടൊരു സംശയം. തുറക്കൂ അസീസേ, ആ സാധനം ഇപ്പം തുറക്കൂട്ടാ. കണ്ടടേ, അതാ ഈ കാണുന്നതിലാണ്. ഇതിൽ 3rd one. $405. 405 വീട് പോലെ ഉണ്ടല്ലേ. പാത്തു പിങ്കായി. കയറിക്കോളൂ, കയറൂ, അച്ഛനും കയറൂ. എനിക്ക് മനസ്സിലായി, ശ്രദ്ധിച്ചു. അതാണ് ഞാനിങ്ങനെ ഓട്ടക്കണ്ണിട്ട് കാണിച്ചത്. നോക്ക് നോക്ക്. സർപ്രൈസ് നമ്പർ 1, കാർഡ് വായിക്കൂ. ഇത് ഷോക്കാട്ടോ. ഇത് സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വേണം, എല്ലാം കാണിച്ചു തരണം. തരാം. Dear Sharika and family, thank you for choosing JA Hatta Hotel, Fort Hotel, especially that you're celebrating birthday on behalf of the entire JA team. We wish you a very happy birthday, K. Enjoy your birthday with us. So, എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം റെഡി ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. ഓക്കെ, ഞാൻ ഇന്നലെ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു കേക്ക് വേണം ആൻഡ് എ കാർഡ്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു.
അപ്പോൾ കാർഡ് ചെക്ക് ഇൻ ചെയ്തപ്പോൾ എൻ്റെ തന്നു. അപ്പോൾ കേക്ക് അവർ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഐ വോണ്ട് ഇറ്റ് ഹിയർ വെൻ വി ചെക്ക് ഇൻ ടു ദ റൂം. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ മാഡം, ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറയാം, റൂംസ് ഒന്നും റെഡിയല്ല, ഒരു 10 minutes എന്ന്. അപ്പോൾ അവർക്ക് ഈ കേക്ക് അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത്. ആക്ച്വലി അയാൾ പറയാം കുറേ റൂംസ് വേക്കൻറ്റാ വീക്ക് ഡേ ആയതുകൊണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് അവരൊരു 10 minutes. അവൻ എന്നെക്കാൾ വലിയ അഭിനയൊക്കെ, മാഡം ഒന്നും പിടിക്കണ്ട, ഞാൻ പറയാം സാറിൻ്റെ അടുത്ത് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനും ചെറിയ റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ ടെറാ ക്യാബിനല്ലേ ബുക്ക് ചെയ്തത്, ഇത് ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്ത് തന്നവര് ബർത്ത്ഡേ പ്രമാണി. സോ ഹാപ്പി ബർത്ത്ഡേ ടു Happy birthday, King. Surprise number 2 देते हैं. कलर 3 बार को करना मैं देता. और क्यों? 1, 2, 3. चने favorite color blue आयोने. Mbappe ഇഷ്ടാണ്, മെസ്സി ഇഷ്ടാണ്. അതുകൊണ്ട് ഹായ് ബ്രോ, ഹാപ്പി ബർത്ത്ഡേ. I love you. I love you so much, and no matter what, Me, your daughter, I love you so much. you so much. അതല്ല ഞാൻ അമ്മയ്ക്ക് തന്നത്. team Achan, ടീം അച്ഛ ആൻഡ് ടീം ഫുട്ബോൾ എംബാപ്പെ ആൻഡ് മെസ്സി. രണ്ടും ഇഷ്ടമാണ്. കാണിക്കൂ. അച്ഛനും പാത്തു. എന്നെ ബ്രോന്ന് വിളിക്കാറില്ല, അതുകൊണ്ട് ജമ്പടദാസ് വിളിക്കാറുണ്ട്. ജമ്പടദാസ്. നല്ല കേക്കാ, ഡാർക്ക് ചോക്ലേറ്റ്, കോഫി. വീട്ടിലിരിക്കുമ്പോൾ വിശപ്പേ ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ 5 നേരം വിശപ്പ് വരും അല്ലേ പ്രാർത്ഥന? ഭയങ്കര വിശപ്പ് പാത്തുന്. അപ്പം ഞാൻ പറഞ്ഞു പാത്തു ആ കേക്ക് കഴിച്ചോളൂ. എനിക്ക് ആ കേക്ക് അത്ര ഇഷ്ടമായില്ല അമ്മ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കേക്ക് എടുത്ത് വെച്ചു. കോളത്തി പാത്തു. പാത്തു എന്താ ഓർഡർ ചെയ്തേ? പാസ്ത, പിന്നെ ചിക്കൻ്റെ എന്തോ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. ടൊമാറ്റോ ആൻഡ് ക്യൂക്കംബർ ആൻഡ് ലെറ്റസ്. ഓക്കെ. ഞങ്ങൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു കുറച്ച്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ നടക്കാൻ ഇറങ്ങിക്കാം. ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു ടെറാ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് സ്പാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ കിഡ്സിൻ്റെ പാർക്കുണ്ട്, കിഡ്സിൻ്റെ പൂളുണ്ട്, പിന്നെന്തായിരുന്നു പോണി റൈഡ് ഉണ്ട് പിള്ളേർക്ക്. അതിന് എത്രയാണ് 55 dirhams ഒക്കെയാണ് ഫോർ എനിക്ക് ഒരു 4-5 laps അങ്ങനെ. അതിന് 55 അല്ല, സോറി 45. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. നല്ലതാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ചുറ്റും മലകളാണ്.
ഒന്നാമത് സമ്മർ, പിന്നെ വീക്ക് ഡേ. അപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും കുറവ് ആൾക്കാരുള്ള അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. വിൻ്ററിന് ഇനി എന്തായാലും തിരിച്ചു വരണം. കാരണം ഈ ഔട്ട്ഡോഴ്സൊക്കെ നമുക്ക് അത്രയും എന്താ പറയുക, എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് വിൻ്റേഴ്സിൽ വരണം. ഇവിടെ ഹ്യൂമിഡിറ്റി കുറവാണ് ആക്ച്വലി നമ്മുടെ അവിടത്തെക്കാളും. പക്ഷേ ചൂടുണ്ട്. പാത്തു ചുമന്നു തുടങ്ങി അല്ലേ പാത്തു? അതും ചൂട് പറ്റുന്നില്ല, പൂള് പോണം അല്ലേ? ഇത് പേരാലാണ് എന്നാണ് കുട്ടൻ പറയണത്. എനിക്ക് അത്ര പിടിയില്ല. കുട്ടൻ പറഞ്ഞു ദിസ് ഇസ് പേരാൽ. ഇതിന്റെ അടിയിൽ ഇത്തിരി സുഖമുണ്ട് അല്ലേ? ഇവിടെ ചൂടില്ല. പാത്തുവിനെയും കൊണ്ട് കുട്ടൻ പൂളിൽ പോവാണ്. ഞാൻ പോയില്ല. എനിക്ക് നാളെ കുട്ടന് ചെറിയൊരു കേക്ക് കട്ടിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഒത്തിരി പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. അപ്പോൾ ഞാൻ അവർ വരുമ്പോഴേക്കും പോയി ഓഫീസ് പണിയൊക്കെ തീർക്കാം, പ്ലാനിങ്ങിൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. അന്നത് ഇതില്ല. പാത്തുവിന് എന്താ പാത്തു ഒമാൻ ഇത്ര ഇഷ്ടം? എന്താ പാത്തുവിന് ഇത്രയും ഒരു എവിടെ പോണം ചോദിച്ചാൽ അപ്പ പറയും ഒമാൻ പോണം. എന്താ അങ്ങനെ? നല്ലൊരു സ്ഥലം അത്രേ ഉള്ളൂ. എന്താണ് ഒമാനിൽ നല്ലത്? എന്ത് കണ്ടിട്ടാണ് പത്തിന് ഇത്ര ഇഷ്ടമായത്? ഏത് സ്ഥലം കണ്ടിട്ടാണ് ഒമാനില്? ഹോട്ടലോ? നമ്മൾ താമസിച്ച സ്ഥലോ? അതൊക്കെ ഓർമ്മയുണ്ടോ തനിക്ക്? 3 വയസ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒമാൻ പോയപ്പോ. ഓർമ്മയുണ്ടോ? അപ്പുറത്ത് ഗാച്ചിറ്റയുടെ റൂമില്. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, നെക്സ്റ്റ് ടൈം പോവാം. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ. വിന്ററിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അമ്മ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അച്ഛൻ പറ്റിച്ചാൽ നമുക്കിത് കാണിച്ചു കൊടുക്കണം. അച്ഛാ, are you ready for your next surprise? Next surprise is on the YouTube. Yeah. ഇതായിരുന്നു ഏറ്റവും വലിയ സർപ്രൈസ്. ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, കേക്കും പരിപാടികളൊക്കെ നമുക്കൊരു എക്സ്ട്രാ ഇതുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. 6 മണിക്ക് എണീക്കാന്ന് വെച്ചതായി. 7 മണിയായി. ഞങ്ങൾക്ക് 8 മണിയായോ? ഈശ്വര, 9 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട്. ഹലോ മിസ് പ്രാർത്ഥന, ഗുഡ് മോർണിംഗ്. എണീച്ചു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് 11 മണി വരെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു പതുക്കെ ഒരു 8:30 ആയപ്പോൾ ഇറങ്ങിയേക്കാം. സോ കഴിച്ചിട്ട് കാണാം.
നമുക്ക് പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് നടന്ന് കറങ്ങി കാണാം. നല്ല വെയിലുണ്ട് എന്നാലും. നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടി. എനിക്ക് തോന്നുന്നു വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഈ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ചുറ്റും മലയാ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇത് ഫുള്ളിങ്ങനെ ഓരോ വീടുകളാണ്, സെപ്പറേറ്റ് ആയിട്ട്. ഇങ്ങനത്തെ ഒരെണ്ണത്തിലാണ് നമ്മൾ നിൽക്കണത്. ഇത് ഫുൾ മലാസ്. ഇത് വരുന്നു ചെറുതായിരുന്നു, ടാബ് കൊടുത്ത് ഫോട്ടോ എടുക്കാൻ. അച്ഛൻ പോയോ പത്തു? അച്ഛന് ചൂട് പറ്റില്ല. ചൂടിൻ്റെ ഒരു അസ്കിതയുള്ള ആളാണ് ഞങ്ങളുടെ അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ വന്നില്ല. ഇറങ്ങിക്കോളൂ. വരുന്നു. ഇതിപ്പോൾ ഈ ഒരു സൈഡാണ്, നമ്മളുടെ റൂമുള്ള ഈ സൈഡിലാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഇത്തിരി മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഡാഡി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ ഡാഡി ഗിരിജിയോട് ചോദിക്കട്ടെ. ഡാഡി ഗിരിജി എവിടെയെങ്കിലും തണൽ പറ്റിയിരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. ഹായ്, നമ്മൾ അപ്പുറത്ത് പോകണ്ടോ? വ്യൂ പോയിന്റിൽ പോകണ്ടോ? എന്താ ഞങ്ങളോട് വരാൻ? ഞങ്ങളോട് ഭയങ്കര ചൂടാ. 42 ഡിഗ്രി. എൻജോയ് ചെയ്തു. How was the stay? Especially the pool. They boy, okay. Especially the pool? Yeah.